ഇന്റർഫേസിംഗ് വിത്ത് 8051. ഇന്റർഫേസിംഗ് എന്ന് പറഞ്ഞ ടേം 8085 നമ്മൾ പരിചയപ്പെട്ടതാണ്. ഡെഫിനിഷൻ പർപ്പസിന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ട്രാൻസ്ഫറിംഗ് ഡേറ്റ ബിറ്റ്വീൻ മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് പെരിഫറൽസ്. മൈക്രോ കൺട്രോളറും പെരിഫറലായിട്ട് പുറത്തേക്ക് കണക്ട് ചെയ്യുന്ന ഡിവൈസുകളും തമ്മിൽ ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്ന പ്രൊസീജിയറാണ് ഇന്റർഫേസിംഗ്. ഇപ്പോൾ ഈ പെരിഫറൽസ് എന്നുള്ള ഡെഫിനേഷനകത്ത് ഉൾപ്പെടുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി സെൻസേഴ്സ്, കീപാഡ്സ്, അനദർ മൈക്രോ പ്രോസസർ, അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ADC, ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ DAC, LCD ഡിസ്പ്ലേസ് ഓർ മോട്ടോഴ്സ് ഓർ എക്സ്റ്റേണൽ മെമ്മറീസ് ഓർ ഈവൻ വിത്ത് അനദർ മൈക്രോ കൺട്രോളേഴ്സ്. ഇങ്ങനെയുള്ളതെല്ലാം ഇന്റർഫേസിംഗ് എന്നുള്ള കൺസെപ്റ്റിൽ വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ LCD ഇന്റർഫേസിംഗ് എന്ന് പറഞ്ഞ ഒരു ടേമാണ് നമ്മൾ എടുത്തേക്കുന്നത്. സാധാരണയായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന LCD എന്ന് പറയുന്നത് 16:2 എന്ന് പറയുന്ന 16:2 LCD ആണ്. അപ്പൊ 16 ക്യാരക്ടേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, 2 ലൈൻസ് എന്നാണ്. 16 × 2 എന്ന് പറയുമ്പോൾ 32 ക്യാരക്ടേഴ്സ് എന്നാണ്. 16:2 LCD ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡിസ്പ്ലേ യൂണിറ്റ്, 16 ക്യാരക്ടേഴ്സ് പെർ ലൈൻ. അപ്പൊ ഇവിടെ ഇത് വരച്ചേക്കുന്ന LCD മൊഡ്യൂളായിട്ടും ഇത് നമ്മുടെ 8051 മൈക്രോ കൺട്രോളറുമായിട്ടാണ്. ഇതിനകത്ത് 16 ക്യാരക്ടർ 2 ലൈനിലായിട്ട് 32 ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു LCD മൊഡ്യൂളുണ്ട്. അതിനെ ഇന്റർഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യേണ്ടി വരും. എല്ലാ പിൻ ഡയഗ്രാംസും കാണിച്ചിട്ടില്ലേ പോലും പ്രധാനപ്പെട്ട പിൻ കണക്ഷൻസ് എല്ലാം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കാണിച്ചേക്കുന്നത് P2.0, P2.1, P2.2, അതായത് 8051ന്റെ പോർട്ട് 2-ല് 2.0, 2.1, 2.2 എന്ന് പറഞ്ഞ 3 പിന്നുകൾ ഇവിടെ ഈ LCD മൊഡ്യൂളിന്റെ RS, R-bar-W, E എന്ന് പറഞ്ഞ പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. കൺട്രോൾ പിന്നുകളാണ്. ദെൻ LCDയുടെ D0, D1, D2, D3, D4, D5, D6, D7 ഡേറ്റ പിന്നുകളാണ്. ഈ 8 പിന്നുകൾ D0 to D7 8 പിന്നുകൾ നേരെ പോർട്ട് 1ലേക്ക് കണക്ട് ചെയ്യുന്നു. പോർട്ട് 1.0, 1.1, 1.2, 1.3, 1.4, 1.5, 1.6, 1.7 പോർട്ട് 1ന്റെ 8 പിന്നുകളും ഡേറ്റ കണക്ഷൻസിന് വേണ്ടിയിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നു. ഡേറ്റ ഓർ കമാൻഡ് പോകാനായിട്ട്, ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് 3 പിൻ. ദെൻ VCC, VEE, VSS 3 പിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. VCC മീൻസ് പവർ സപ്ലൈ, ദാറ്റ് ഇസ് 5 വോൾട്ട് മതി LCD മൊഡ്യൂളിന്. അതുപോലെ തന്നെ VSS മീൻസ് ഗ്രൗണ്ട് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. VEE എന്ന് പറഞ്ഞ ഒരു പൊട്ടൻഷ്യോമീറ്ററിൽ നിന്ന് വേരിയബിൾ പൊട്ടൻഷ്യോമീറ്ററിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫോർ അഡ്ജസ്റ്റ്മെന്റ്, കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇതേ രീതിയിലാണ് ഇത് കണക്ട് ചെയ്യുക. കണക്ഷൻ ഡയഗ്രം പഠിക്കാനായിട്ട് വ്യത്യാസങ്ങളൊന്നുമില്ല. 8 പിന്നുകൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. 3 പിന്നുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി. RS, R-bar-W, E. ദെൻ പവർ സപ്ലൈ, ഗ്രൗണ്ട് ആൻഡ് VE അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ 3 പിന്നുകൾ മാത്രമേ ഉള്ളൂ. ഈ പിന്നുകൾ എന്ന് പരിചയപ്പെട്ടാൽ VSS മീൻസ് ഗ്രൗണ്ട് പിൻ, ഇവിടെ ഉണ്ട് ഗ്രൗണ്ട് പിൻ. VEE മീൻസ് പവർ സപ്ലൈ പിൻ ഓർ 5 വോൾട്ട്, ഇതാണ് ദിസ് ഈസ് യുവർ VCC പിൻ. ദെൻ VEE എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ അഡ്ജസ്റ്റിംഗ് ദ കോൺട്രാസ്റ്റ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പിൻ, ഈ പൊട്ടൻഷ്യോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് 3ാമത്തെ പിൻ. മറ്റുള്ള പിന്നുകൾ നോക്കാം. RS എന്ന് പറഞ്ഞ പിന്നാണ് അടുത്തത്. RS, R-bar-W, E ഈ 3 പിന്ന് കൺട്രോൾ പിന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു. RS മീൻസ് രജിസ്റ്റർ സെലക്ട് എന്നാണ് ഇതിന്റെ പേര്. RS ദിസ് പിൻ ഈസ് യൂസ് ടു റൈറ്റ് ഡിസ്പ്ലേ ഡേറ്റ ഇൻ ടു ദ LCD. നമുക്ക് കമാൻഡ് ആണോ ഡേറ്റയാണോ എന്നത്തെ റൈറ്റ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്ന RS പിന്നാണ്. R-bar-W എന്ന് പറഞ്ഞ പിന്നുണ്ട്, അത് റീഡ് ബാർ റൈറ്റ് ആണ്. E എന്ന് പറഞ്ഞ പിന്നുണ്ട്, ദറ്റ് ഇസ് എനേബിൾ എന്ന് പറഞ്ഞ പിന്നാണ്. LCD എനേബിൾ ആണ്. റീഡ് ചെയ്യണമെങ്കിലോ റൈറ്റ് ചെയ്യണമെങ്കിലോ LCDയിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ സാധിക്കും. അതിനാണ് R-bar-W. കമാൻഡ് ആണോ ഡേറ്റയാണോ തീരുമാനിക്കുന്നതാണ് RS. DB0 to DB7 എന്ന് പറഞ്ഞ ഡേറ്റയാണ് 8 പിൻ. പോർട്ട് 1.0 to പോർട്ടിന്റെ 1.7 പിന്നിലേക്ക് കണക്ട് ചെയ്യുന്ന DB0 to DB7 എന്ന ഡേറ്റ ബൈറ്റ് ആണ്. ദറ്റ് ഈസ് ഡേറ്റ പിൻസ് ആണ്. 8 പിൻ നമ്മൾ കണക്ട് ചെയ്യുന്നത് കഴിഞ്ഞ ഡയഗ്രത്തിൽ കണ്ടു. ഇനി RS പിൻ. RS പിൻ 0 ആണെങ്കിൽ കമാൻഡ് എന്താ? LCD ഓൺ ആകണം, LCD ഓഫ് ആകണം, അല്ലെങ്കിൽ കഴ്സർ ഇൻക്രിമെന്റ് ചെയ്യണം, കഴ്സർ ഡിക്രിമെന്റ് ചെയ്യണം, ബ്ലിങ്ക് ചെയ്യണം, അങ്ങനെയുള്ള കമാൻഡ്സ് എന്ന് പറയും. RS = 1 ഡേറ്റ മോഡ്. ഡേറ്റ എന്താ? നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ഡേറ്റ. ഇപ്പൊ NSS എന്നുള്ള ഡേറ്റയാണ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അത് ഡേറ്റയാണ്. NSS അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും പേരാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ അത് ഡേറ്റയാണ്. കമാൻഡ് കൊടുക്കുന്നത് എങ്ങനെ ഡിസ്പ്ലേ ആകണം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ അങ്ങനെയൊക്കെയുള്ള കമാൻഡ് കൊടുക്കാനായിട്ട് RSS 0 ആകണം. 1 ആയിക്കഴിഞ്ഞാൽ ഡേറ്റയാകും. R-bar-W ആണ്. R-bar-W റീഡ് ബാർ റൈറ്റ് മോഡ് എന്നുള്ളതാണ്. R-bar-W 0 എന്ന് പറഞ്ഞാൽ റൈറ്റ് മോഡ് എന്നും 1 എന്ന് പറഞ്ഞാൽ റീഡ് മോഡുമാണ്. കൂടുതലും റൈറ്റിംഗേ ഉള്ളൂ LCDയിലേക്ക്. പക്ഷെ എന്നാൽ പോലും പലപ്പോഴും നമുക്ക് ചിലപ്പോൾ റീഡ് മോഡും ഉണ്ട്. ഒരു റീഡ് സ്റ്റാറ്റസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഗെറ്റ് LCD സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് എടുക്കേണ്ട ആവശ്യം വരുന്നെങ്കിൽ നമുക്ക് റീഡ് മോഡ് ഉപയോഗിക്കാം. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കേസ് R-W 0 ആണ് റൈറ്റ് മോഡ്. ഇത് 0യും 1 മാറിക്കൊണ്ടിരിക്കും. കമാൻഡ് കൊടുക്കുമ്പോൾ 0യും 1 കൊടുക്കുമ്പോൾ ഡേറ്റയും നമുക്ക് കൊടുക്കേണ്ടതാണ്.
ഇവിടുത്തെ കേസിൽ എപ്പോഴും റൈറ്റ് തന്നെയായിരിക്കും, ചിലപ്പോൾ മാത്രം റീഡിലേക്ക് വരും. LCD സ്റ്റാറ്റസ് റീഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നെങ്കിൽ മാത്രം. പക്ഷെ ജനറലി RW 0 ആയിരിക്കും. ദെൻ എനേബിൾ E, എ ഹൈറ്റ് ലോ പൾസ് ഈസ് നീഡഡ് ടു എനേബിൾ ദ LCD. ഇവിടെ ഒരു പൾസ് വോൾട്ടേജ് അല്ല കൊടുക്കുക, ഹൈയിൽ നിന്ന് ലോയിലേക്ക് ഒരു പൾസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഹൈ കൊടുക്കും, കുറച്ച് സമയം ഡിലേ കൊടുത്തതിന് ശേഷം ഒരു ലോ പൾസ്, ഹൈറ്റ് ലോ പൾസ് കൊടുക്കും. അതാണ് എനേബിൾ. ഇപ്പോൾ സാധാരണഗതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 450 നാനോ സെക്കൻഡ് ഡ്യൂറേഷനുള്ള ഒരു പൾസാണ് നമ്മൾ ഇവിടെ എനേബിൾ ചെയ്യാൻ കൊടുക്കേണ്ടത്. ഹൈറ്റ് ലോ പൾസ് ആണെന്ന് ഓർക്കുക. ഇപ്പോൾ ഇതാണ് LCയുടെ പിൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ 8 ഡേറ്റാ പിൻസ്, അതുകൂടാതെ RS, RWE, ദെൻ 3 വോൾട്ടേജ് പിൻ VSS, VEE, ദെൻ VCC. ഇങ്ങനെയുള്ള 3 പിന്നുകൾ കൂടെ നമ്മൾ ഇതിനകത്ത് ഓർത്ത് വയ്ക്കണം. ഇനി കമാൻഡ്സ്, എല്ലാ കമാൻഡുകളും പറഞ്ഞിട്ടില്ല. 1, 2, 3, 4, 5, 6, 7 കമാൻഡുകൾ മാത്രമേ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു 10ഓളം കമാൻഡുകളുണ്ട്. എന്നാൽ പോലും കമാൻഡുകൾ എന്ന് വെച്ചാൽ ഈ കോഡ് അങ്ങ് കൊടുത്താൽ മതി, കമാൻഡ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. കോഡ് ഹെക്സ് ആണ്, ഹെക്സാഡെസിമൽ എഴുതിയിരുന്ന ഈ കോഡാണ്. അതായത് 1H, 2H, 04H, 06H, 0EH, 80H, 38H എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അല്ല 1, 2 നമ്പർ അല്ല. 01H എന്നുള്ള കമാൻഡ് ചെന്ന് കഴിഞ്ഞാൽ അത് ക്ലിയർ ഡിസ്പ്ലേ സ്ക്രീൻ ക്ലിയർ ചെയ്യാനുള്ള കമാൻഡാണ്. അപ്പോൾ അത് കമാൻഡ് ആയതുകൊണ്ട് RS എന്നുള്ളത് 0 ആയിരിക്കും. അതിന്റെ കൂടെ ഇത് റൈറ്റ് ആയതുകൊണ്ട് RW എന്ന് പറയുന്നത് റൈറ്റ് ആയതുകൊണ്ട് 0 ആയിരിക്കും. RSഉം 0 ആയിരിക്കും കമാൻഡ്, RWയും 0 ആയിരിക്കും. എനേബിൾ കൊടുത്താൽ മാത്രമേ എനേബിൾ ആവുള്ളൂ. അടുത്ത 2 എന്നുള്ള കോഡാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് റിട്ടേൺ ഹോം ആണ്. 04H എന്നുള്ളതാണെങ്കിൽ ഡിക്രിമെന്റ് കഴ്സർ ഡിക്രിമെന്റ് ചെയ്യാനാണ്. 06 എന്നാണെങ്കിൽ ഇൻക്രിമെന്റ് കഴ്സർ ആണ്. 0E എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ഓൺ കഴ്സർ ബ്ലിങ്കിങ്, ഡിസ്പ്ലേ ഓൺ ചെയ്ത് കഴ്സർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം കമാൻഡാണ്. 80H എന്നാണെങ്കിൽ ഫോഴ്സ് കഴ്സർ ടു ബിഗിനിങ് ഓഫ് ഫസ്റ്റ് ലൈനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഫസ്റ്റ് ലൈനിലേക്ക് തിരിച്ച് കഴ്സർ കൊണ്ടുവരാണെങ്കിൽ 80H ചെയ്യാം. 2 ലൈൻസ് ആൻഡ് 5/7 മെട്രിക്സ്, സാധാരണ ഒരു ക്യാരക്ടർ 5/7 മെട്രിക്സ് ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ 38 എന്നുള്ള കോഡും കൊടുക്കാം. ഇതെല്ലാം കമാൻഡ്സ് ആണ്. കമാൻഡ് കൊടുക്കാനായിട്ട് നമുക്ക് RS 0 ആക്കണം. അതിന് ഡേറ്റ പോകുന്ന സമയത്ത് മാത്രം RS ഉണ്ടാക്കും. ഇതെല്ലാം റൈറ്റ് മോഡ് ആയതുകൊണ്ട് RW എന്ന് പറയുന്നത് 0 ആയിരിക്കും. എനേബിൾ പിന്നും കൊടുത്തിരിക്കും. ദീസ് ആർ കമാൻഡ്സ്. ഇത് ഹെക്സാഡെസിമൽ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. കൂടുതൽ കമാൻഡ്സ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ നോക്കി കഴിഞ്ഞാൽ എടുക്കാൻ സാധിക്കും. കുറച്ച് കമാൻഡുകൾ മാത്രം ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു LCD മോഡ്യൂളിനെ മൈക്രോ കൺട്രോളർ 8051 കണക്ട് ചെയ്യുക.